ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചെമ്പോത്ത് അല്ലെങ്കിൽ ഉപ്പൻ എന്ന് പേര് പറയുന്ന പക്ഷിയെ പറ്റിയാണ്. കേരളത്തിൽ സാധാരണ കണ്ടുവരുന്ന പക്ഷിയാണ് ചെമ്പോത്ത് അഥവാ ഉപ്പൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും അതിനോട് അടുത്ത പ്രദേശങ്ങളിലും ഇവയെ പ്രധാനമായും കണ്ടുവരുന്നു. ഈ പക്ഷി കുയിലിൻ്റെ അടുത്ത ബന്ധുക്കളാണ്. ഉപ്പ് ഉപ്പ് എന്നിങ്ങനെയുള്ള ശബ്ദം തുടർച്ചയായി ആവർത്തിക്കുന്നതും നാം പലപ്പോഴും കേൾക്കാറുള്ളതാണ്. ഈ ശബ്ദത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് മലബാറിലെ മറ്റ് സ്ഥലങ്ങളിലും ജനങ്ങൾ ഇവയെ ഉപ്പനെന്ന് വിളിക്കാറുള്ളത്. ഈ ചെമ്പോത്തുകൾ ഒറ്റയ്ക്കാണ് ഇര തേടാറുള്ളത്. പ്രത്യുൽപാദന കാലമാണെങ്കിൽ ചിലപ്പോൾ ഇണയെ കൂട്ടാറുമുണ്ട്. ശരീരപ്രകൃതിയിൽ കാക്കകളോട് വളരെ സാദൃശ്യമുള്ള പക്ഷികളാണ് ചെമ്പോത്തുകൾ. പൂർണ്ണ വളർച്ചയെത്തിയ ചെമ്പോത്തിന് ചുണ്ടു മുതൽ വാലിൻ്റെ അറ്റം വരെ 48 സെൻറ്റിമീറ്റർ നീളമുണ്ടാകും. ശരീരം കറുത്ത കരിമ്പച്ച നിറത്തിലാണ്. ചിറകുകൾ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലാണ് ഉണ്ടാവുക. വലിയ വാലിൽ വലിയ കറുത്ത തോലുകളാണ് ഉണ്ടാവുക. കണ്ണുകൾ ചുവപ്പ് നിറത്തിൽ ആയി കാണാൻ സാധിക്കും. ആൺ പെൺപക്ഷികൾ തമ്മിൽ കാഴ്ചയിൽ വ്യത്യാസമുണ്ടാകാറില്ല. എന്നാൽ പെൺചെമ്പോത്തുകൾ അല്പം വലിപ്പമേറിയവ ആയിരിക്കും. ചെമ്പോത്തുകൾ വളരെ ഉയരത്തിൽ പറന്നൊന്നും ഇര തേടാൻ ശ്രമിക്കാറില്ല. അവ ഭൂമിയിൽ നിന്നും 1-2 അടി ഉയരത്തിൽ സമാന്തരമായി പറന്ന് ഇരയെ കണ്ടെത്തുകയാണ് പതിവ്. ചിലപ്പോൾ ഭൂമിയിൽ ഇറങ്ങി നടന്നും ഇര തേടാറുണ്ട്. തട്ടുതട്ടായി ശിഖരങ്ങൾ ഉള്ള വൃക്ഷങ്ങളിൽ കൊമ്പുവഴി കയറി ഉയർന്ന ഭാഗങ്ങളിൽ ഇര തേടുന്നതായും കാണാറുണ്ട്. ഇവയുടെ പ്രധാന ഭക്ഷണം എന്ന് വെച്ചാൽ പച്ചക്കുതിരകൾ, പല്ലികൾ, പ്രാണികൾ, ഒച്ചുകൾ, മറ്റ് ജീവികളുടെ മുട്ടകൾ എന്നിവയാണ്. ചെറിയ ജീവികളെയും പക്ഷിക്കുഞ്ഞുങ്ങളെയും ഇവ ആഹാരമാക്കാറുണ്ട്. ജനുവരി മുതൽ ജൂൺ വരെയാണ് ചെമ്പോത്തുകളുടെ സാധാരണ പ്രത്യുൽപാദന കാലം. പ്രത്യുൽപാദന കാലത്ത് ഇവയുടെ ശബ്ദത്തിന് പ്രത്യേകതകൾ ഉണ്ടാവാറുണ്ട്. കിളിക്ക് മറുപടി എന്ന വണ്ണമാണ് ഇവയുടെ ചിലക്കൽ ശബ്ദം കേൾക്കാറുള്ളത്. ചുള്ളിക്കമ്പുകൾ തലങ്ങും വിലങ്ങും പെറുക്കി വെച്ച് അധികം ഉയരമില്ലാത്ത ചില്ലകൾ ഏറെയുള്ള മരങ്ങളിലാണ് ഇവ സാധാരണ കൂട് കെട്ടുന്നത്. കൂടിൻ്റെ മധ്യഭാഗം പഞ്ഞിയും മറ്റും ഉപയോഗിച്ച് മാർദ്ദവമുള്ളതായിരിക്കും. ഇവയുടെ മുട്ടകളുടെ നിറം മങ്ങിയ വെളുപ്പ് നിറത്തിലുള്ള 3-4 എണ്ണം മുട്ടകൾ ആയിരിക്കും. കൂട് കെട്ടുന്നത് മുതൽ കുഞ്ഞുങ്ങൾ
പറന്നു പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ മാതാവും പിതാവും ചേർന്നാണ് ചെയ്യാറുള്ളത്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമാർ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലും ഈ പക്ഷിയെ കണ്ടുവരുന്നു. തെക്കൻ ചൈനയിലും കുറച്ച് എണ്ണത്തെ കാണാനായി കഴിയും. ചൈനയിലും ഇന്തോനേഷ്യയിലും വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിൽ വരെ ഇവയെ കാണാനായി സാധിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.